കേരള-കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വയനാടൻ വനമേഖലയിലെ പ്രശാന്തസുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മൺട്രോ വാലി. പകൽ സമയങ്ങളിൽ സഞ്ചാരികളുടെ ബഹളം കൊണ്ട് മുഖരിതമാകാറുള്ള ഈ പ്രദേശം രാത്രിയാകുന്നതോടെ കനത്ത മഞ്ഞിലും നിശബ്ദതയിലും ആണ്ടുപോകാറുണ്ട്. എന്നാൽ 2026 ഒരു ജൂൺ മാസത്തിലെ തണുത്ത പുലർച്ചെ ആ താഴ്വരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുവന്നു. വാലിയുടെ തടാകക്കരയിലുള്ള കരിങ്കൽ ബെഞ്ചിൽ നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ മാധവ് മേനോന്റെ മൃതദേഹം ചോര വാർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ചുമതല ജില്ലാ പോലീസ് മേധാവി ഏൽപ്പിച്ചത് പ്രത്യേക അന്വേഷണ വിഭാഗത്തിലെ മിടുക്കനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് അർജുൻ വിശ്വനാഥിനെയായിരുന്നു. ക്രൈം സീനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ അസാധാരണ കഴിവുള്ള ആളായിരുന്നു അർജുൻ. സബ് ഇൻസ്പെക്ടർ വിനീതിനൊപ്പം അർജുൻ സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. മൃതദേഹത്തിന്റെ കഴുത്തിൽ കൃത്യമായ ഒരൊറ്റ മുറിവ് മാത്രമാണുണ്ടായിരുന്നത്. ഒരു പ്രൊഫഷണൽ കൊലയാളിയുടെ കൈവേലയെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. എന്നാൽ അർജുന്റെ ശ്രദ്ധ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു. മാധവ് മേനോന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് വളരെ വൃത്തിയായി മടക്കിവെച്ച ഒരു ചീട്ടുകളിയിലെ കിങ് ഓഫ് സ്പേഡ്സ് കാർഡ് ലഭിച്ചു. ആ കാർഡിന്മേൽ ചുവന്ന മഷി കൊണ്ട് 1 എന്നെഴുതിയിരുന്നു. ഇതൊരു സാധാരണ കൊലപാതകമല്ല വിനീത്, കാർഡ് പ്ലാസ്റ്റിക് കവറിലാക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. ഇതൊരു തുടക്കമാണ്. കൊലയാളി നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അർജുന്റെ നിഗമനം തെറ്റിയില്ല. കൃത്യം 4-ാം ദിവസം മൺട്രോ വാലിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഒരു പഴയ പൂട്ടിക്കിടന്ന തോട്ടണ്ടി ഫാക്ടറിക്കുള്ളിൽ അടുത്ത മൃതദേഹം കണ്ടെത്തി. ഇത്തവണ ഇരയായത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ ഹരിപ്രസാദ് ആയിരുന്നു. അദ്ദേഹവും കഴുത്തറുക്കപ്പെട്ട നിലയിലായിരുന്നു. മരണവിവരം അറിഞ്ഞ് അർജുൻ അവിടെ എത്തിയപ്പോൾ മൃതദേഹത്തിന്റെ കൈപ്പത്തിക്കുള്ളിൽ നിന്നും അടുത്ത കാർഡ് ലഭിച്ചു. ക്വീൻ ഓഫ് സ്പേഡ്സ്. അതിൽ 2 എന്ന് രേഖപ്പെടുത്തിയിരുന്നു. നഗരത്തിൽ കനത്ത ഭീതി പടർന്നു. മാധ്യമങ്ങൾ ഇതിനെ ദി സ്പേഡ് കില്ലിംഗ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. കൊലയാളി അതീവ ബുദ്ധിമാനും പോലീസിന് പിടികൊടുക്കാത്തവനുമായിരുന്നു. വിരലടയാളങ്ങളോ മറ്റ് ശാസ്ത്രീയ തെളിവുകളോ ഒരിടത്തും അവശേഷിപ്പിച്ചിരുന്നില്ല. അർജുൻ ഇരു കൊലപാതകങ്ങളും തമ്മിലുള്ള പൊതുവായ ബന്ധം കണ്ടെത്താൻ കഠിനമായി ശ്രമിച്ചു. മാധവ് മേനോനും ഹരിപ്രസാദും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു സൗഹൃദവും ഉണ്ടായിരുന്നില്ല. ഒരാൾ പണക്കാരനായ ബിസിനസ്സുകാരനും മറ്റേയാൾ പ്രകൃതിസ്നേഹിയായ സാധാരണക്കാരനും. അർജുൻ തനിച്ച് തന്റെ ക്യാബിനിലിരുന്ന് ഇരുവരുടെയും കഴിഞ്ഞ 10 വർഷത്തെ ബാങ്ക് ഇടപാടുകളും ഡയറിക്കുറിപ്പുകളും ഫോൺ രേഖകളും പരിശോധിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ നീണ്ട സൂക്ഷ്മ പരിശോധനക്കൊടുവിൽ അവനൊരു നിർണായകമായ ലിങ്ക് കണ്ടെത്തി. 12 വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഒരു ഹൈവേയിൽ വെച്ച് ഒരു കാർ അപകടം നടന്നിരുന്നു. അമിത വേഗതയിലെത്തിയ ഒരു ലക്ഷറി കാർ ഇടിച്ച് റോഡരികിലൂടെ നടന്നുപോയ ഒരു ദരിദ്ര കുടുംബത്തിലെ അമ്മയും കുഞ്ഞും തൽക്ഷണം മരിച്ചിരുന്നു. അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത് മാധവ് മേനോന്റെ ഏക മകൻ വിക്രമായിരുന്നു. എന്നാൽ പണവും സ്വാധീനവും ഉപയോഗിച്ച് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. അന്ന് ആ കേസിൽ വിക്രമിന് അനുകൂലമായി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ഹരിപ്രസാദ്. അന്നത്തെ ആ കേസിന്റെ FIR പരിശോധിച്ച അർജുന്റെ കണ്ണുകൾ വിടർന്നു. ആ അപകടം നടക്കുമ്പോൾ വണ്ടിയിൽ വിക്രമിനൊപ്പം മറ്റൊരു പ്രമുഖ വ്യക്തി കൂടി ഉണ്ടായിരുന്നു. നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകൻ ആദിത്യൻ കൃഷ്ണ. ആ കേസ് ഒതുക്കി തീർക്കാൻ മുന്നിൽ നിന്നത് അന്നത്തെ ലോക്കൽ പോലീസ് ഓഫീസറായിരുന്ന റിട്ടയേർഡ് DYSP പ്രഭാകരനായിരുന്നു. അടുത്ത ഇര ആരാണെന്ന് നമുക്ക് മനസ്സിലായി വിനീത്. അർജുൻ പെട്ടെന്ന് എഴുന്നേറ്റ് വിനീതിനെ വിളിച്ചു. ഒന്നെങ്കിൽ ആദിത്യൻ, അല്ലെങ്കിൽ പ്രഭാകരൻ. കൊലയാളി പ്രതികാരം വീട്ടുകയാണ്. ആ അപകടത്തിൽ തകർന്ന കുടുംബത്തിലെ അവശേഷിക്കുന്ന ഒരേയൊരു വ്യക്തിയെ കണ്ടെത്തണം. അന്വേഷണം ആ വഴിക്ക് നീങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തുവന്നു. അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് രാഘവൻ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മരണശേഷം മാനസികമായി തകർന്ന് ആത്മഹത്യ ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് മൂത്തൊരു മകൻ കൂടിയുണ്ടായിരുന്നു, ശരത്. അപകടം നടക്കുമ്പോൾ അവൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം അവൻ എങ്ങോട്ടോ അപ്രത്യക്ഷനായി. അവന്റെ ഇപ്പോഴത്തെ വിവരങ്ങളോ ചിത്രങ്ങളോ പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല. അർജുൻ ഉടൻ തന്നെ പ്രഭാകരനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. ഒരു നിമിഷം പോലും കളയാതെ അർജുനും സംഘവും പ്രഭാകരന്റെ മൺട്രോ വാലിയിലുള്ള ഫാം ഹൗസിലേക്ക് തിരിച്ചു. കനത്ത മഴയും മൂടൽമഞ്ഞും അവരുടെ യാത്രയുടെ വേഗത കുറച്ചു. ഫാം ഹൗസിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. വണ്ടി നിർത്തി അർജുൻ അകത്തേക്ക് ഓടിക്കയറി. ഹാളിലെ ലൈറ്റുകൾ അണഞ്ഞിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ അവർ അകത്തേക്ക് നടന്നു. അവിടെ ഒരു കസേരയിൽ പ്രഭാകരൻ കെട്ടിയിട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തി അമർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. കത്തിയേന്തി നിൽക്കുന്നത് മറ്റാരുമായിരുന്നില്ല, പ്രഭാകരന്റെ പേഴ്സണൽ കെയർടേക്കറായി കഴിഞ്ഞ 6 മാസമായി അവിടെ ജോലി ചെയ്തിരുന്ന രാഹുൽ എന്ന യുവാവായിരുന്നു. കൈവിട് രാഹുൽ, അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും, അർജുൻ തോക്കു ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു.
രാഹുൽ പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ കടുത്ത പ്രതികാരത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. എന്റെ പേര് രാഹുൽ എന്നല്ല സാർ, ശരത് രാഘവൻ എന്നാണ്. 12 വർഷം മുൻപ് ഈ കിടക്കുന്നവനും അവൻ പണം വാങ്ങിയ പ്രമാണിമാരും ചേർന്ന് ചവിട്ടിയരച്ചത് എന്റെ ജീവിതമാണ്. എന്റെ അമ്മയുടെയും അനിയന്റെയും ചോര തെറിച്ച വണ്ടി ഓടിച്ചത് വിക്രമായിരുന്നു. അവനെ രക്ഷിക്കാൻ വ്യാജ തെളിവുണ്ടാക്കിയത് ഹരിപ്രസാദും. അതിനെല്ലാം കൂട്ടുനിന്നത് ഈ പ്രഭാകരനും. എന്റെ കുടുംബം ഇല്ലാതായപ്പോൾ എവിടെയായിരുന്നു സാർ നിങ്ങളുടെ ഈ നിയമം? ശരത്, നീ ചെയ്യുന്നത് തെറ്റാണ്. നിയമം അവർക്കർഹിച്ച ശിക്ഷ നൽകും. നീ നിയമം കയ്യിലെടുക്കരുത്. അർജുൻ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. നിയമമോ? പണമുള്ളവന്റെ മുന്നിൽ തലകുനിക്കുന്ന നിയമത്തിൽ എനിക്ക് വിശ്വാസമില്ല സാർ. ഞാൻ എന്റെ രീതിയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. ഇതിലെ 3ാമത്തെ കാർഡ് ഇയാൾക്കുള്ളതാണ്. ശരത് തന്റെ പോക്കറ്റിൽ നിന്നും ജാക്ക് ഓഫ് സ്പേഡ്സ് കാർഡ് പുറത്തെടുത്തു. പെട്ടെന്ന് പ്രഭാകരൻ കരഞ്ഞുകൊണ്ട് അർജുൻ ഡിഫോൾട്ട് നോക്കി യാചിച്ചു. എന്നെ രക്ഷിക്കൂ അർജുൻ, എന്നെ കൊല്ലരുതേ. ശരത് കത്തി പ്രഭാകരന്റെ കഴുത്തിലേക്ക് കൂടുതൽ ആഴ്ത്താൻ തുനിഞ്ഞു. ആ നിമിഷം വിനീത് മുന്നോട്ടാഞ്ഞെങ്കിലും ശരത് പ്രഭാകരനെ മറയാക്കി നിർത്തി. അർജുൻ അതീവ ജാഗ്രതയോടെ ഒരു കൃത്യമായ ലക്ഷ്യത്തിനായി കാത്തുനിന്നു. പെട്ടെന്ന് പ്രഭാകരൻ ശരത്തിന്റെ കൈകളിൽ കടിച്ചുപിടിച്ച് സ്വയം മോചിതനാകാൻ ശ്രമിച്ചു. ആ തക്കത്തിന് അർജുൻ ശരത്തിന്റെ കൈ ലക്ഷ്യമാക്കി വെടിയുതിർത്തു. തോക്കിൽ നിന്നുള്ള വെടിയുണ്ട ശരത്തിന്റെ വലതു കൈപ്പത്തി തകർത്തു കടന്നുപോയി. കത്തി നിലത്തു വീണു. വിനീതും മറ്റ് പോലീസുകാരും ചേർന്ന് ശരത്തിനെ നിലത്ത് കിടത്തി വിലങ്ങുവെച്ചു. മുറിവേറ്റ കൈയുമായി ശരത് നിലത്തിരുന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നെ തടഞ്ഞു എന്ന് കരുതുന്നുണ്ടാകും ഇൻസ്പെക്ടർ. പക്ഷെ 4ാമത്തെ കാർഡ് ഏസ് ഓഫ് സ്പേഡ്സ് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഈ കളിയുടെ യഥാർത്ഥ രാജാവ് വിക്രമാണ്. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അർജുന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്തു. അപ്പോഴേക്കും CT കൺട്രോൾ റൂമിൽ നിന്നുള്ള വിളി അവനെ തേടിയെത്തിയിരുന്നു. കൊച്ചിയിലെ ഒരു 5 നക്ഷത്ര ഹോട്ടലിന്റെ റൂമിൽ വെച്ച് മാധവ് മേനോന്റെ മകൻ വിക്രം അമിതമായി മയക്കുമരുന്ന് ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു ആ സന്ദേശം. ശരത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിക്രമിന്റെ മയക്കുമരുന്നിൽ മാരകമായ വിഷം കലർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ പ്രതികാരം ശരത് പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. നിയമത്തിന്റെ കണ്ണിൽ ശരത് ഒരു ക്രൂരനായ കൊലയാളിയായിരുന്നു. എന്നാൽ സ്വന്തം കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ട ഒരു മകന്റെയും ജ്യേഷ്ഠന്റെയും പ്രതികാരമായിരുന്നു അത്. ശരത്തിനെ പോലീസ് വാനിലേക്ക് കയറ്റുമ്പോൾ അവൻ അർജുനെ നോക്കി പതുക്കെ പറഞ്ഞു, സാർ, ഞാൻ തോറ്റിട്ടില്ല. എന്റെ കുടുംബത്തെ കൊന്നവർക്കെല്ലാം ഞാൻ ശിക്ഷ നൽകി. വയനാടൻ മലനിരകളിൽ നേരം വെളുക്കാൻ തുടങ്ങിയിരുന്നു. മൺട്രോ വാലിയെ വിറപ്പിച്ച ആ പരമ്പര കൊലപാതകങ്ങൾക്ക് വിരാമമായെങ്കിലും അർജുന്റെ മനസ്സിൽ നിയമവ്യവസ്ഥിതിയുടെ പരാജയത്തെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്യപ്പെട്ടത്.